ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അര ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തൈരെടുത്ത ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് നമ്മൾ പൊഴിക്കരുത്. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും. ഇതപ്പോൾ ഇങ്ങനെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് കട്ടയാണല്ലോ, അതൊന്നും ഇതാവാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്. ഇങ്ങനെ നമ്മളിനി മിക്സാക്കി വരുമ്പോൾ തന്നെ അതിങ്ങനെ ലൂസായി വരും. പെട്ടെന്ന് അത് ഫോർക്കാകുമ്പോൾ പെട്ടെന്ന് സ്പൂണായിട്ട് പെട്ടെന്ന് അത് മിക്സായിട്ട് വരും കേട്ടോ. ഇപ്പോൾ അത് മിക്സായി ഈ ഒരു പരുവത്തിൽ വേണം നമുക്കത് കിട്ടാൻ. ഇനി നമുക്കത് എന്ത് വേണ്ടത് ഇതേപോലെ വേണം. ഓവർ ലൂസല്ല, ഒരു തിക്കായിട്ടുള്ള ഒരു ഇതിനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം. 10 മിനിറ്റ് അതൊന്ന് ആറാവൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്ട്. ഒരു ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു തക്കാളി, അതും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടേണ്ട ഉപ്പ്, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ്. അതിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിന് ശേഷം കുറച്ച് കടുക്, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ പൊട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്താക്കണം, ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററല്ലേ, ആ ബാറ്ററിലേക്ക് നമ്മൾ ഈ വറവിട്ടത് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ആ എണ്ണ കൊടുക്കണം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. ആ എണ്ണ ഓയിലൊന്ന് ആഡ് ചെയ്ത് വെളിച്ചെണ്ണയാണ് ബെറ്റർ. വെളിച്ചെണ്ണ എണ്ണ താളിക്കാൻ നോക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ റവൊക്കെ കുതിർന്നൊന്ന് കട്ടയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം മിക്സാക്കി നോക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം, ഓവർ വേണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ബാറ്റർ നല്ല ലൂസാവാൻ പാടില്ല, കുറച്ച് തിക്കിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കത് ഒഴിക്കാനുള്ളൊരു പരുവത്തിൽ വേണം. ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നല്ല കുറച്ചായിട്ട് മിക്സാക്കി കൊടുക്കുക. കാരണം ആ കടുകും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവണം. എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ വേണം. ഓവർ ലൂസല്ല, കുറച്ച് തിക്കൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ വേണം നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടാൻ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടിച്ചാൽ ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ഓവറായിട്ട് പരത്തുന്ന ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ നമുക്കൊന്നങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഒരു ഒറ്റ ട്രിപ്പിൽ 3 ആട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 2 ഒഴിച്ചു, ഇനി ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്ത് എപ്പോഴും ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം, ഒരുപാട് കൂട്ടി വെക്കരുത്. കാരണം ഇതൊക്കെ വേവണ്ട. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടി അങ്ങനെ കൂട്ടി വെക്കരുത്. മീഡിയത്തിൽ വെച്ചിട്ട് നല്ല സാവധാനത്തിൽ ആക്കിയെടുക്കുക. ഒരു സൈഡായിട്ടുണ്ട്, അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായി. രണ്ടാമതായി. ഇപ്പോൾ ഒറ്റ ട്രിപ്പ് 3 ഇട്ടത്. ഇപ്പം നമ്മളെ പാനിൻ്റെ വലിപ്പനുസരിച്ച് നമുക്ക് എത്ര ചുട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പം, എന്തുപോലെ വളരെ എളുപ്പം പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഇട്ട സൈഡിൽ ഒന്ന് ജസ്റ്റ് അതേപോലെ ഉണ്ടാവും. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ടാവും. കാരണം പാകത്തിന് തന്നെ ഉള്ളൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടി വെക്കരുത് പറഞ്ഞാൽ ഉള്ളു വേവില്ല നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടി വെക്കരുത് പറയണത്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ സെയിം ഇതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫുള്ളും അപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് 1 എണ്ണ കേട്ടോ. എനിക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് എനിക്ക് കിട്ടിയത്. അതൊരുത്തർ അളവനുസരിച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കറി ഉണ്ടാക്കാൻ അതിന് തന്നെ ഉണ്ടാക്കാൻ സുഖമില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ എണീക്കാൻ ലേറ്റ് ആയിട്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കറി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാൻ ഒരു വേറെ ഒന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തേങ്ങാ ചട്നി
ചമ്മന്തി എന്തെങ്കിലും ആയാലും മതി, അല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ രസമാണ് കേട്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല രസമാണ് കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് 3 നേരം ഇത് ഉണ്ടാക്കി കഴിക്കാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ വെറുതെയാണ് കഴിച്ചത്, ചമ്മന്തിയും ചട്നിയൊന്നും കഴിച്ചില്ല, വെറുതെ തന്നെ കഴിച്ചിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.